പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. മരുഭൂമിയിലും നമ്മെ കാണുന്ന, നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. മരുഭൂമിയിൽ നമുക്ക് ഹല്ലേലൂയ ഒന്നും മനസ്സിലാകാൻ പറ്റത്തില്ല. വഴി പോലും തെറ്റിപ്പോകും. വരണ്ട നിലം, ഹല്ലേലൂയ ഒന്നും മുളയ്ക്കാത്ത സ്ഥലം, ആഹാരം ലഭിക്കാത്ത സ്ഥലം, വെള്ളം ലഭിക്കാത്ത സ്ഥലം, ആരും തുണയില്ലാത്ത സ്ഥലം. മരുഭൂമിയിൽ ഹല്ലേലൂയ അഗ്നിസർപ്പങ്ങളും തേളുകളുമുണ്ട്. മരുഭൂമിയിൽ ഒത്തിരി പ്രതിസന്ധിയുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും നമ്മെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ മരുഭൂമി പോലെയാണോ? മരുഭൂമി പോലെ ഉണങ്ങിയ അവസ്ഥയിലാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും പോലെ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഹല്ലേലൂയ ചില പ്രതിസന്ധികളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വെള്ളമില്ലാതെ ഹല്ലേലൂയ ദാഹിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നും മുളയ്ക്കാതെ, ഒരു നന്മയും ഉണ്ടാകാതെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണോ? ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. മരുഭൂമിയെ മലർവാടിയാക്കുന്ന, മരുഭൂമിയിലും അത്ഭുതങ്ങളെ ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. തിരുവചനം വായിക്കുമ്പോൾ മരുഭൂമിയെക്കുറിച്ച് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മരുഭൂമിയിൽ അത്ഭുതം ചെയ്യുന്ന കർത്താവ് ഹല്ലേലൂയ തുടക്കം മുതൽ അവസാനം വരെയും തൻ്റെ ജനത്തോട് കൂടെ ഇരുന്ന് പരിപാലിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. മരുഭൂമിയിൽ അവൻ നമ്മെ പരിപാലിക്കും. അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമി എന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയും ഉള്ള വലിയ ഭയങ്കര മരുഭൂമി. ഹല്ലേലൂയ. അവിടെ നമ്മെ കൊണ്ടുവന്ന ദൈവം, നടത്തിയ ദൈവം, പരിപാലിക്കുന്ന ദൈവം വിശ്വസ്തനത്രേ. തിരുവചനം പറയുന്നു, അവൻ സൂക്ഷിക്കും. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി തൻ്റെ ജനത്തോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് പകൽക്കാലവും നമ്മോട് കൂടെയുണ്ട്. നമ്മെ പരിപാലിക്കുന്ന ദൈവം പാമ്പും തേളും ഉപദ്രവിക്കാത്ത വണ്ണം തൻ്റെ ജനത്തെ ചുറ്റി പരിപാലിക്കും. പക്ഷി ചുറ്റി പറന്ന് പരിപാലിക്കുന്നത് പോലെ, കൺമണി പോലെ നമ്മെ പരിപാലിക്കുന്ന ദൈവം. പ്രിയരെ, എത്ര അത്ഭുതകരമായ ദൈവം നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും നാം നിൽക്കുന്നത് നമ്മുടെ ബലത്താലല്ല, നമ്മുടെ കഴിവിനാലേ അല്ല, ദൈവം പരിപാലിക്കുന്നത് കൊണ്ടാണ്. എത്ര പേർക്ക് ആ കരം ഉയർത്തിയിട്ടൊന്ന് നന്ദി പറയാൻ സാധിക്കും. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ പാമ്പും തേളും വന്ന അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ എന്നെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ബാധിക്കാത്തവണ്ണം എന്നെ പരിപാലിച്ച ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ വാ തുറന്നിട്ടൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പറഞ്ഞാട്ട്, ഇതുവരെയും എന്നെ പരിപാലിച്ച എൻ്റെ കർത്താവ് വിശ്വസ്തന. മന്നയും കാടപ്പക്ഷിയും തന്ന് അല്ലെങ്കിൽ വെള്ളം തന്ന് എന്നെ പരിപാലിച്ച ഒരു കർത്താവ് മരുഭൂമിയിൽ എനിക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവമത്രേ. പലപ്പോഴും ആൾക്കാർ ചോദിക്കും, കർത്താവിനെ കൊണ്ട് പറ്റുമോ? കർത്താവ് മേശ ഒരുക്കുമോ? കർത്താവ് നമ്മെ പരിപാലിക്കുമോ? എന്നാൽ തിരുവചനം പറയുന്നു, മരുഭൂമിയിലും മേശയൊരുക്കി നമ്മെ പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മരുഭൂമിയിലും മേശയൊരുക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നാം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 78:19 ദൈവത്തിന് വിരോധമായി സംസാരിച്ചിട്ട് പറയുന്നു, ഹല്ലേലൂയ, മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഹല്ലേലൂയ. പിതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ആ മേശമേൽ ഞങ്ങൾക്ക് വേണ്ട മന്നയുണ്ടായിരുന്നു, കാടപ്പക്ഷി ഉണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. ഇതെവിടെ നിന്ന് വന്നു? ഇത് കർത്താവിൻ്റെ കരുതല. ഇന്ന് പകൽക്കാലം പ്രിയരെ, നിങ്ങളുടെ മേശ ഒരുക്കുന്ന ഒരു കർത്താവുണ്ട്. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കും, കുടുംബക്കാരുടെ മുമ്പാകെ മേശ ഒരുക്കും. നിങ്ങളെ മേശ ഒരുക്കി മാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ. 2, മരുഭൂമിയിൽ ഹല്ലേലൂയ അവൻ അത്ഭുതങ്ങളെ ചെയ്യും. മരുഭൂമിയിലും വരണ്ട നിലത്തും ഹല്ലേലൂയ ഒരു നീരൊഴുക്ക് ഉണ്ടാകുന്നെന്ന് പറയുന്നത് അത്ഭുതമാണ്. ഹല്ലേലൂയ. ഉണങ്ങിയ സ്ഥലത്ത് എങ്ങനെ വെള്ളം വരുന്നത്? അത്ഭുതം. നിങ്ങളുടെ വസ്ത്രം
വസ്ത്രം ജീർണിച്ചു പോകാതെ 40 വർഷം നിങ്ങളെ നടത്തിയത് അതൊരു അത്ഭുതമല്ലേ? ഹല്ലേലൂയ. നിങ്ങളുടെ കാല് വീർക്കാതെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെരുപ്പ് നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ചെരുപ്പ് ജീവിതത്തിൽ തേയാതെ നടത്തിയത് അത്ഭുതമല്ലേ? ദൈവം അത്ഭുതങ്ങളുടെ കർത്താവാണ്. ഇന്ന് പകൽക്കാലവും അത്ഭുതങ്ങളുടെ കർത്താവ്, ജീവിക്കുന്ന ദൈവം, പകൽ മേഘസ്തംഭമായി നിന്നവൻ, ശത്രുവിൻ്റെ നടുവിൽ അഗ്നിസ്തംഭമായി നിന്ന് ശത്രുവിനെ അകറ്റി നിർത്തിയവൻ, അവൻ അത്ഭുതത്തിൻ്റെ ദൈവമത്രേ. ഇന്ന് പകൽക്കാലവും പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ദൈവം കൊണ്ടുവന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ ഇത് അത്ഭുതമല്ലാതെ, ഇത് ആശ്ചര്യമല്ലാതെ മറ്റൊന്നുമല്ല. അത് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ, എന്നെ പരിപാലിച്ച, എന്നെ കരുതിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്, മരുഭൂമിയിൽ ദൈവം വഴി നടത്തും. അതിനെന്താ പ്രത്യേകത? പലപ്പോഴും മരുഭൂമിക്കകത്ത് ചെന്ന് നോക്കുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ നോക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടത്തില്ല. ഇതെങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്, ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് GPS മാപ്പുണ്ട്, എന്നാൽ ഒരു മാപ്പും ഇല്ലാത്ത സ്ഥാനത്ത്, ഒരു ഗൈഡൻസും തരാൻ പറ്റാത്ത സ്ഥാനത്ത് നിങ്ങളെ പരിപാലിച്ചില്ലേ? നിങ്ങളെ എത്തേണ്ടുന്ന വഴിയിൽ എത്തിയില്ലേ? പ്രിയരെ, ജീവിതത്തിൻ്റെ കൺഫ്യൂഷൻ്റെ നാൽക്കവലകളിൽ, കൺഫ്യൂഷൻ്റെ ജീവിത പാതയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, അല്ലെങ്കിൽ ഇതാകുന്നു വഴി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ആ ദൈവത്തെ ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ, മകനെ, ഇതാ നല്ല വഴി എന്ന് പറയുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമിയിലും വഴി നടത്തുന്ന കർത്താവ്, അവൻ വിശ്വസ്തനാ. പ്രിയരെ, ഈ ദിവസങ്ങളിൽ ഇതൊന്ന് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, മേശയൊരുക്കുന്ന ദൈവം, നമ്മെ അത്ഭുതകരമാക്കി നടത്തുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മെ വഴി നടത്തുന്ന ദൈവം, അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.